ഇപ്പം എന്തൊരു ചൂടാല്ലേ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് നല്ല ചൂട് വന്നപ്പോൾ എനിക്ക് തോന്നി ഒരു സർബത്ത് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഈ കടയിൽ നിന്ന് ഞങ്ങൾ സർബത്ത് നിറനീണ്ടി സർബത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സർബത്ത് ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്. അപ്പം നമുക്ക് സർബത്ത് കുടിക്കാനൊക്കെ തോന്നും. ഇപ്പോൾ ചൂടുള്ള ഈ സമയത്ത് തണുത്ത വെള്ളങ്ങളൊക്കെ കുടിക്കാൻ തോന്നും. എന്തായാലും എനിക്ക് വയ്യ, ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിലും ഈ ചൂട് സമയത്ത് ഇത് കുടിക്കാനൊരാഗ്രഹം. അപ്പം ഞാനത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ആ നറുനീണ്ടിയുടെ സർബത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളമായാലും ഉപയോഗിക്കാം. അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പോരെങ്കിൽ നമുക്ക് നറുനീണ്ടി കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മധുരം കുറച്ച് പോരാ. അപ്പം ഞാൻ നറുനീണ്ടി കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര മധുരത്തിലൊന്നും തയ്യാറാക്കിയിട്ടില്ല ഞാൻ, കാരണം അധികം മധുരം കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രം സർബത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സർബത്ത് ദേ കണ്ടില്ലേ, റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് കുടിക്കണം. നല്ല തണവുണ്ട്, തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. തൊണ്ടയൊക്കെ വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ ചൂടത്ത് നല്ല തണുത്തത് കുടിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ സർബത്ത് കുടിക്കട്ടെ. ഓക്കെ, ബൈ.